പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ച കൈരളി ടി.വി. റിപ്പോർട്ടർ സുജു ടി ബാബുവിന് നേരെയുണ്ടായ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമത്തിൽ KUWJ സംസ്ഥാന കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ ഘടകവും പ്രതിഷേധിച്ചു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന നാടിന് ചേർന്നതല്ലെന്ന് KUWJ വിലയിരുത്തുന്നു. വിവരങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ സുജു ടി ബാബുവിനെതിരെ ആക്രമണം ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലാണ്. അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതും സുജു ടി ബാബുവിനെതിരെ തിരിയാൻ കാരണമായതും. എങ്ങനെയാണ് KUWJ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? നീലിമ, ശക്തമായ പ്രതിഷേധമാണ് നിലവിൽ KUWJ സുജു ടി ബാബുവിനെതിരായ ആക്രമണത്തിനെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് KUWJ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം സുജു ടി ബാബുവിനും അതുപോലെ തന്നെ ക്യാമറമാനും നേരെ ഉണ്ടായത്. ഈ ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുകയും വലിയ തരത്തിലുള്ള പ്രകോപനത്തിലേക്കും അക്രമത്തിലേക്കും ഒക്കെ നയിക്കുകയും ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ഇതിനെ തടയാനും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് KUWJ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും കയ്യൂക്കിൻ്റെയും അതുപോലെ തന്നെ കൂക്കി വിളിച്ചും ചോദ്യങ്ങളെ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നിഷ്പ്രഭമാക്കാൻ എന്ന് കരുതരുത് എന്നാണ് KUWJയുടെ പ്രതിഷേധക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യവും KUWJ സംസ്ഥാന കമ്മിറ്റി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നീലിമ, വിജിൻ, സാധാരണഗതിയിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊക്കെ അനിഷ്ടകരമായ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ചോദിക്കാറുണ്ട്. അതിനെയൊക്കെ ഈ രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത്? അതും പ്രതിപക്ഷ നേതാവിനെ പോലെ ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇത്തരത്തിലൊരു മാധ്യമപ്രവർത്തകന് നേരെ കൂക്കുവിളിയും കയ്യേറ്റ ശ്രമവും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? നിലവിൽ നേരത്തെയും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് പ്രകോപിതനാവുകയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരെ, പ്രത്യേകിച്ച് ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഒക്കെ മാധ്യമപ്രവർത്തകരെയും റിപ്പോർട്ടർമാരെയും ഇത്തരത്തിൽ പ്രകോപിതരായി ആക്രമിക്കാനും അതുപോലെ തന്നെ പിടിച്ചു തള്ളുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കൂടി അവിടെ ഉള്ള സമയത്ത് തന്നെ പന്തളത്ത് വെച്ച് സുജു ടി ബാബുവിനും ക്യാമറമാനും ഇത്തരത്തിലുള്ള അക്രമം നേരിടേണ്ടി വന്നത്. എന്തായാലും അത് കഴിഞ്ഞ കുറേ കാലമായി ചില ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റ് മാധ്യമപ്രവർത്തകർ ചോദിക്കാത്ത ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ എല്ലാം അവർ വലിയ തരത്തിലുള്ള പ്രകോപിതരായി തിരിച്ച് കൈരളിയല്ലേ, ദേശാഭിമാനിയല്ലേ എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ BJP നേതാക്കളുടെയും മറ്റ് KPCC നേതാക്കളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് സ്ഥിരം പല്ലവിയായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം മറ്റ് മാധ്യമപ്രവർത്തകർ അത്തരത്തിൽ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുകയും നമ്മൾ അത് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നതിൽ പ്രകോപിതരായി തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാക്കൾ മുഴുവനും ഇത്തരത്തിൽ ഇടപെടാറ്. നമ്മൾ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ്. BJP നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും എല്ലാം ഈ ചോദ്യങ്ങൾ തിരിച്ചുള്ള കൈരളിയല്ലേ, ദേശാഭിമാനിയല്ലേ എന്ന ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പിന്നീട് പ്രകോപിതരായി ആ മാധ്യമപ്രവർത്തകരോട് പെരുമാറുന്ന രീതി തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ UDF BJP നേതാക്കളുമൊക്കെ സ്വീകരിച്ചു പോകുകയും ചെയ്യാറ്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ സുജു ടി ബാബുവിന് നേരെ നടന്ന അക്രമം എന്ന് പറയുന്നത്. ഇതിലാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് KUWJ സംസ്ഥാന കമ്മിറ്റി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പത്രപ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ചോദ്യങ്ങളെ ഭയന്നോടുകയും അതിൽ പ്രകോപിതരാവുകയും കൂക്കി വിളിച്ച് ഇല്ലാതാക്കുകയും ചെയ്യാമെന്ന് കരുതരുത് എന്നാണ് KUWJ സംസ്ഥാന കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിങ്ങനെ തുടർച്ചയായി മാധ്യമപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കൈരളിയുടെ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്കെതിരായിട്ടുള്ള അക്രമം തുടർക്കഥയായിരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഇതിനെതിരായ വലിയ പ്രതിഷേധമാണ് നിലവിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്.